ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം അത് തീർന്നു എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മാഡത്തിന്റെ ഒരു സെറ്റ് മരുന്ന് കഴിച്ചോട് കൂടി തന്നെ ഏകദേശം 35% പമ്പിങ് കൂടി വന്നു. പമ്പിങ് കുറഞ്ഞ മാത്രമല്ല, ഹാർട്ട് ഭയങ്കര വലുതാണ്. സിവിയർ PH ആണ് അയാൾക്ക് ഉണ്ടായിരുന്നാവുക. ആളൊക്കെ ലീക്കാണ്. 2011 മുതൽ 2019 വരെയുള്ള ഏകദേശം 1500ഓളം ഹാർട്ട് ഫെയിലിയർ കേസസ് ആണ് ഈ പറഞ്ഞ നമ്മുടെ ഡോക്ടറെ ഹാൻഡിൽ ചെയ്തത്. നമസ്കാരം. ഇന്നേ എൻ്റെ കുറച്ച് ലാബ് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുക. അതായത് നമ്മുടെ അറ്റാക്ക് വരിക, അതുപോലെ ഹാർട്ട് പൂർണ്ണമായിട്ട് ഫെയിലിയർ ആകുക, അതുപോലെ തന്നെ ICD വെച്ച് ജീവിക്കുക. ഈ ഒരു അവസ്ഥയുള്ളവർക്ക് ഒരിക്കലും ലൈഫിൽ അവരുടെ ഈ പറഞ്ഞ എക്കോയോ ഈ പറഞ്ഞ ECG ഒന്നും നോർമലാകില്ല. പക്ഷേ നോർമലാക്കുന്നൊരു സ്ഥലമാണ് ഞാൻ നിൽക്കുന്നത്. ആ ഡോക്ടറിൻ്റെ പേരാണ് ഡോക്ടർ പ്രവീണ. ആ ഡോക്ടറെ കാണാനാണ് വന്നത്. ഇതാണ് നമ്മുടെ ഡോക്ടറെ ഞാനാണ് ഡോക്ടറെ വിളിച്ചിരുന്നത്. എൻ്റെ ഉള്ള എക്കോ ഉണ്ട്, ECG ഉണ്ട്, എൻ്റെ LSP നോക്കാൻ പറഞ്ഞല്ലോ, അതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ ഡോക്ടർ ഞാൻ കൊണ്ടുവന്ന റിസൾട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഡോക്ടറെ, എന്താണ് എൻ്റെ സാഹചര്യം? ഇതിൽ കുറച്ച് കൊളസ്ട്രോൾ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കുറെ കൂടുതലുള്ളതുകൊണ്ടും കുറച്ച് നാളായിട്ടുള്ളതുകൊണ്ടും എന്തായാലും എക്കോ എടുക്കേണ്ടി വരും. കാരണം എക്കോ എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ECG നോർമലാണ്, പക്ഷെ ആ ഇത് കൂടി നിൽക്കുന്നുണ്ടല്ലോ, അത് LVH ഉണ്ടാവാം. അതായത് ഹാർട്ടിന്റെ മസിൽ കട്ടി വെച്ച് തുടങ്ങാൻ സാധ്യതയുണ്ടെന്നും അത് ചെറുതായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ടെന്ന് ചെറിയൊരു ലക്ഷണം ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും എക്കോ, ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, എക്കോ എടുത്തിട്ട് വേണം വരാൻ. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നിങ്ങൾ എനിക്ക് വെറുതെ എക്കോ റിപ്പോർട്ട് അയച്ചെടുത്താൽ മതി. ECGയും ഫസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈലും ചെക്ക് ചെയ്തിട്ടൊക്കെ അയച്ചാൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. കാരണം ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ബ്ലോക്ക് മാറിയിട്ട് പെർമനന്റ് ബ്ലോക്ക് ആവുന്നുള്ളൂ. അതുവരെ നമുക്ക് കൊളസ്ട്രോൾ ഗുളിയൊക്കെ കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്തു അത് ഓടിപ്പോയിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് ഞാൻ എൻ്റെ ഒരു റെജ്യൂം പറഞ്ഞു കൊടുക്കും. അലോപ്പതി ഡോക്ടറെ കാണാനും പറയും ഞാൻ. അയ്യോ, അത് എൻ്റെ ഏത് ചികിത്സ അവരില്ലാണ്ട് പറ്റില്ല. ഹാർട്ടിന്റെ പേഷ്യന്റിന്റെ അലോപ്പതി ഡോക്ടർ ഉണ്ടായേ പറ്റുകൂടെ. എൻ്റെ കയ്യിൽ ഈ ഫയലുകൾ കുറെ ഉണ്ടല്ലോ, നമുക്ക് പറ്റുന്ന സമയം കൊണ്ട് കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ എൻ്റെ ഒരു കോഴ്സ് പറയുന്നത് 50 ഡേയ്സിലാണ്, 50 ദിവസം. അപ്പൊ ഈ പേഷ്യന്റ്, ഇതൊരു ബാംഗ്ലൂരിലെ പേഷ്യന്റെ പേരല്ല, കാണിച്ചോളൂ, അവർ നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ പേഷ്യന്റ് ആദ്യം ഒരു അറ്റാക്ക് വന്നു 2 വർഷം മുന്നേ. എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് 29% പമ്പിങ് ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഹാർട്ടിന്റെ പമ്പിങ് 55 ആയി. അപ്പൊ ഇയാൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ചികിത്സ കൊണ്ട് ഹാർട്ട് നോർമലായി. ശരിക്കും അത് ഹാർട്ട് അറ്റാക്ക് വരണ സമയത്ത് എടുക്കണ എക്കോ എപ്പോഴും താഴത്തേ കാണിക്കുള്ളൂ. കാരണം എക്കോ നമ്മുടെ വേവ്സ് ഒരിക്കലും വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യില്ല, അതുകൊണ്ട് നമുക്ക് ലോ ആയിട്ടേ കാണുള്ളൂ. 55 ആയാലും ഹാർട്ട് നോർമൽ അല്ലായിരുന്നു. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ഡോക്ടർ പറഞ്ഞു എക്സസൈസ് സാധാരണ പോലെ ജീവിച്ചോളാൻ പറഞ്ഞു. ഇയാൾ ഭയങ്കര ജിമ്മിൽ പോവലും ബാഡ്മിൻ്റൺ കളിക്കലും. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര ശ്വാസം മുട്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ ഹാർട്ട് ഭയങ്കര സീരിയസ് ആയിരുന്നു. പമ്പിങ് വീണ്ടും 25 കുറഞ്ഞു. അപ്പം അയാൾ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം 55 ആയില്ല, അതുപോലെ ആവും. അതൊരിക്കലും ആവില്ല, അത് ഫസ്റ്റിൽ അങ്ങനെ വരണതാണ്, 2ാമത്തെ അറ്റാക്കാണ്. അപ്പോൾ അയാളെടുത്ത എക്കോ റിപ്പോർട്ടാണ് ഇത്. ഈ റിപ്പോർട്ട് നോക്കി നോക്കൂ. പമ്പിങ് കുറഞ്ഞ മാത്രമല്ല, ഹാർട്ട് ഭയങ്കര വലുതാണ്. സിവിയർ PH ആണ് അയാൾക്ക് ഉണ്ടായിരുന്നാവുക. ആളൊക്കെ ലീക്കാണ്. ഭയങ്കര സീരിയസ് ആണ് ഈ പേഷ്യന്റ്. SpO2 ഒക്കെ ഭയങ്കര ഡൗൺ ആണ്. പക്ഷെ അയാൾ 3 മാസം കാത്തിരുന്നു, കൂടും വെച്ചു. പക്ഷെ അത് കൂടാണ്ടായിട്ട് എടുത്ത എക്കോ ആണിത്. അപ്പൊ കൂടിയിട്ട് അപ്പൊ അറ്റാക്ക് വന്ന പോലെ ഇതിനേക്കാളും കൂടുതൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അയാൾ എന്നെ വിളിച്ചു. അത് എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനത്തെ പേഷ്യന്റ് യാത്ര ചെയ്ത് വന്നോടെ വിളിച്ചാൽ മതി. ഫസ്റ്റിലോ ഞാൻ ഒട്ടും അനുവദിക്കില്ല അതിനൊന്നും. അത് കഴിഞ്ഞിട്ട് അയാളോട് ഞാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചു. അയാൾ 50 ദിവസം കഴിഞ്ഞിട്ട് 2ാമത്തെ കോഴ്സ് എടുക്കണം. അപ്പോൾ അയാളോട് ഞാൻ എക്കോ എടുക്കാൻ പറയും. ഓരോ പ്രാവശ്യം അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് അവർ എക്കോ എടുക്കും. ഈ റിപ്പോർട്ട് ഒന്ന് നോക്കി നോക്കൂ. പമ്പിങ് 65, ഹാർട്ട് സൈസ് നോർമലാണ്. ഒരു അറ്റാക്ക് RWM ഇല്ല, ഒരു അറ്റാക്ക് വന്ന റിപ്പോർട്ട് ഇല്ല. ഇതായാലും ECG കാണിച്ചു തരണം. തെളിച്ചല്ല, അപ്പൊ ഫോണിൽ അയച്ചു തരുന്നതായത് കൊണ്ട് ഉണ്ടോ, ഒരു അറ്റാക്ക് ഒന്ന് നോർമലായ പേഷ്യന്റാണ്. 50 ദിവസം കൊണ്ടാണ് എക്കോയും അതുപോലെ തന്നെ ECG നോർമൽ. പക്ഷെ മരുന്ന് നിർത്തിയിട്ടില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. 1 പ്രാവശ്യം കൂടി കഴിക്കണം. കാരണം ആ ECG നോർമൽ ആയത് ആ സെൽസ് ഫുൾ മെച്ചുവേർഡ് ആവണം, അതുവരെ കഴിക്കണം. അപ്പൊ 1 പ്രാവശ്യം കൂടി കഴിച്ചാൽ മതി, ഫുൾ നോർമൽ. ഞാൻ അപ്പൊ അത് എങ്ങനെ എത്ര ദിവസമായി എന്നുള്ളത് ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മുടെ വിളിച്ച ആള്, ഈ സുരേഷ് എന്ന പേര്, ICD വെച്ചൊരു പേഷ്യന്റ് ആണ്. എനിക്ക് ഹാർട്ടിന്റെ ഒരു പ്രോബ്ലം വന്നിട്ട് അതായത് ഇപ്പം പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി നോക്കി ചെക്ക് ചെയ്തതോട് കൂടി അതായത് ICD വെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഇരിക്കുന്ന സമയത്താണ് പിന്നെ ICD വെച്ച് ഒരു 2 മാസം കഴിഞ്ഞു, കുഴപ്പമില്ലാതെ പോയി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇതേമാതിരി ഹാർട്ട് ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈ ICD ഭയങ്കര
അടി തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് പിന്നെയും ഒരു ഷോക്ക് കൊടുത്ത് നിർത്തി ചെയ്തു. ഈ പ്രവീണ മാഡത്തിലേക്ക് എങ്ങനെ എത്തിയത്? പ്രവീണ മാഡത്തിനെ കിട്ടാൻ വേറെ ഒരു രോഗി ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ. ഇവിടെ തൃശ്ശൂർ ഒരു ഡോക്ടർ ഉണ്ട്, അവരൊന്ന് പോയി കണ്ടു പറഞ്ഞു. അങ്ങനെ അവരെ പോയി കണ്ട് അവര് മരുന്ന് തന്നു. അവരെ വിളിക്കുകയാണ് ആദ്യം ചെയ്ത്. അതായത് ഭാര്യ അവരെ വിളിച്ചു. അതില് ഡോക്ടർ പറഞ്ഞു അതായത് എന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു പമ്പിങ് തീരെ കുറവായിരുന്നു, 20% ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു അവിടേക്ക് ചെല്ലാൻ. അങ്ങനെ പോയി പ്രവീണ മാഡത്തിന്റെ അടുത്ത് ചെന്ന് പ്രവീണ മാഡം തന്നെ പറഞ്ഞു നമുക്ക് നോക്കാം എന്താവും. പക്ഷെ മാഡത്തിന്റെ ഒരു സെറ്റ് മരുന്ന് കഴിച്ചോട് കൂടി തന്നെ ഏകദേശം 35% പമ്പിങ് കൂടി വന്നു. അങ്ങനെ മൊത്തം ഇപ്പൊ എത്ര എടുത്തു? ഇപ്പം ഒരു 3 സെറ്റ് മരുന്ന് കഴിച്ചു. 3 സെറ്റ് മരുന്ന്. ഞാൻ ആ 3 സെറ്റ് മരുന്നിന്റെ റിസൾട്ടാ എന്റെ ഇരിക്കണം അല്ലേ? ഇത്രയും വലിയ മിറാക്കിൾ സംഭവിച്ചു അല്ലേ? സുരേഷ് ചേട്ടൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നാണോ ഇതിങ്ങനെ ഒരു സംഭവം? ഞാൻ ഏകദേശം തീർന്നു വിചാരിച്ചായിരുന്നു, ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചിരുന്ന. അപ്പോഴാണ് ഈ മാഡത്തിന്റെ മരുന്ന് എനിക്ക് കിട്ടിയത്. ഇപ്പൊ നോക്കിയപ്പോ പമ്പിങ് 40% 45 എത്തി അല്ലേ? 45 എത്തി. നമ്മളിപ്പോ സംസാരിച്ചത് മലപ്പുറത്തുള്ള ഒരു സുരേഷ് ചേട്ടനുമായിട്ടാണ്. ഒരിക്കലും പുള്ളി ലൈഫ് ഉപേക്ഷിച്ചാണ് പുള്ളി പറഞ്ഞത്. ഞാൻ വിട്ടു എന്ന് പറഞ്ഞ പുള്ളി തന്നെ പറഞ്ഞത്. ആ പേഷ്യൻ്റാണ് ഇപ്പോൾ 45 എത്തി. 10-ൽ നിന്ന് 10-20 ഇടയ്ക്ക് നിന്ന് നേരെ വന്നത് 45 3 കോഴ്സ്. അവിടെയാണ് ECG നോർമൽ നമ്മുടെ എക്കോ നോർമലിലേക്ക് എത്തുന്നത്. ഇത് മലപ്പുറത്ത് നിന്നുള്ള ഒരു പേഷ്യൻ്റാണ്, 45 വയസ്സുള്ളൂ, അല്ല 50 വയസ്സ് കേട്ടോ. ഇയാള് ICD വെക്കേണ്ടി വന്നു അയാൾ. അപ്പൊ എന്നെ വിളിച്ചു. ഞാൻ രക്ഷപ്പെടുന്നു വിചാരിച്ചില്ല കേട്ടോ, പക്ഷെ ICD ഉള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഹാർട്ട് നിന്ന് പോയില്ല, അത് റിതം നോർമലാക്കി. വീട്ടിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നോർമലാക്കി തരും, അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് കൊടുക്കും. അതുകൊണ്ട് മരിച്ചു പോവില്ല. അതുകൊണ്ട് നമുക്കൊരു ആയുസ് ഉണ്ടായാൽ മതി. ഒരു 8 തുടങ്ങി 21 ദിവസം കൊണ്ട് ബുദ്ധിമുട്ട് കുറയും ചില പേഷ്യൻസിനൊക്കെ. അപ്പോൾ ആ ഒരു ദിവസം കിട്ടിയാൽ മതി. എനിക്ക് അത് കിട്ടി. അത് അതിന്റെ അടുത്ത് വരുന്ന സമയത്തുള്ള അത് കഴിഞ്ഞിട്ട് ഉള്ള റിപ്പോർട്ടാണ് ഇത്. നോർമൽ ആയിട്ടില്ല, പക്ഷെ എല്ലാം ഇമ്പ്രൂവ് ആയി തുടങ്ങി. പക്ഷെ അതിനേക്കാളധികം അയാളുടെ എക്കോ നോക്കണം നമ്മൾ. 36 ആദ്യം, അത് കഴിഞ്ഞിട്ട് 2 മാസം മുന്നെടുത്ത എക്കോ ആണ്. പുതിയത് എടുത്തിട്ടില്ല ഞാൻ. 45 എത്തി. ഇതിപ്പോ 65 ആയാലേ നിർത്തുള്ളൂ. അതിനേക്കാളധികം 65 ആയിട്ടും കാര്യമില്ല എന്നുള്ളത് ഞാനിപ്പോ വേറൊരു എക്കോ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഭയങ്കര തമാശയുള്ള ഒരു കേസാണ്. അതായത് ഇയാള് ഒരു ടീച്ചറാണ്, കുമരകത്തുള്ള ആളാണ്. അയാൾക്ക് 45%, ഇത് പമ്പിങ് വലിയ പ്രശ്നമൊന്നുമില്ല, ഫെയിലിയറിലേക്കൊന്നും എത്തിയിട്ടില്ല, 45% ഉണ്ട്. അപ്പൊ ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. 2 പ്രാവശ്യം കൊണ്ട് ഇയാൾക്ക് 60 ആയി. പക്ഷെ ഇയാളുടെ ഒരു പ്രശ്നം, ഇയാളുടെ ECG ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് സാധാരണക്കാർക്ക് പോലും കാണുമ്പോൾ പേടിയാവും. കണ്ടോ? ഇത് LBB ഉള്ളതാ, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ഉള്ള ECG ആണ് അത്. അപ്പൊ ഇത് നോർമൽ ആവണില്ല. അയാൾക്ക് 6 പ്രാവശ്യം കൂടിയും കഴിച്ചു, ടോട്ടൽ 8 പ്രാവശ്യം കഴിച്ചു. അയാൾക്ക് എന്നോട് ഒരു ദേഷ്യം പോലെ ഈ മരുന്ന് നിർത്തി. പക്ഷെ അയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ 2 വർഷം 3 വർഷം മറ്റോ കഴിഞ്ഞപ്പോ ഏതോ സ്ഥലത്ത് ടൂറിന് പോയപ്പോ കയറുന്ന സമയത്ത് ചെറിയൊരു നെഞ്ചില് വേദന വന്നു. അപ്പൊ എന്നെ വിളിച്ചു അയാള്, എന്നെ ഇഷ്ടമാണ്. അപ്പൊ വിളിച്ചപ്പോൾ 2 പ്രാവശ്യം കൊണ്ട് തന്നെ വീണ്ടും അത് 50 കുറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും 60. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എൻ്റെ ECG ഒന്ന് ശരിയായിരുന്നു, ഞാൻ സമയം എടുക്കും, മരുന്ന് കഴിക്കണം. അപ്പൊ ഞാൻ എത്ര വേണേ കഴിച്ചു, ഡോക്ടർ പറഞ്ഞ പോലെ കഴിക്കാം. അങ്ങനെ പറഞ്ഞ് കഴിച്ചത്. അത് ഞാൻ കാണിച്ചല്ലോ. ഇതാ ഒരു അടുത്തടുത്ത് 60% അതിന് ശേഷം അയാൾ ECG നോക്കുക കേട്ടോ. കണ്ടില്ലേ? കണ്ടോ? ഇപ്പോഴത്തെ ECG ആണത്. അതായത് നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ, അല്ലാണ്ട് ഇതൊരു മിറാക്കിളൊന്നുമല്ല നമ്മൾ നടക്കുന്നത് ഇവിടെ. അതായത് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് എങ്കിൽ, ലൈഫിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, ഡോക്ടറിനൊപ്പം തന്നെ മനസ്സായിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. എത്ര ഹാർട്ട് ഫെയിലിയർ ആയാലും, ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ അവസ്ഥയായാലും ശരി, നമ്മൾ ECGയും എക്കോയും നോർമൽ ആക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡോക്ടർ. ഇതുണ്ടല്ല, 2011 മുതൽ 2019 വരെയുള്ള ഏകദേശം 1500ഓളം ഹാർട്ട് ഫെയിലിയർ കേസസ് ആണ് ഈ പറഞ്ഞ നമ്മുടെ ഡോക്ടർ ഹാൻഡിൽ ചെയ്തത്. ഓക്കെയാണ്. ഇത് ഞാൻ പറയാൻ പോകുന്നത് HCM പേഷ്യന്റ്, HOCM പേഷ്യന്റ്. അതായത് ഹാർട്ട് മസിൽ കട്ടിവെക്കും. ഏത് IVS എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിന്റെ മസിൽ നടുഭാഗത്തുള്ളത് എസിമെട്രിക്കലായിട്ട്
കട്ടി വെക്കും, എന്നിട്ട് അതിന്റെ കണ്ടക്ഷൻ പോകും. ഇത് അങ്ങനെ ഒരു മിറാക്കിൾ കേസാണ് നേരത്തെ പറഞ്ഞ പോലത്തെ. ഇത് 50 ദിവസം കൊണ്ട്. ഇത് തെലുങ്കാനയിലുള്ള ഒരു പെണ്ണാണ്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ പേഷ്യൻസ്. അത് കാരണം ഞാൻ മാത്രമേ ഇല്ലല്ലോ ഇങ്ങനെ റിസൾട്ട് കൊടുക്കണ ആരും ഇല്ല ലോകത്ത്. ഇങ്ങനെ പറയണം എല്ലാവരും. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ ചികിത്സയുണ്ട്, പക്ഷെ ഇങ്ങനെ ആരും വരില്ല. ഉപേക്ഷിച്ച പേഷ്യൻസിന്, അതായത് മരിച്ചു പോകുന്ന പേഷ്യൻ ജീവിതം നമ്മൾ മാത്രമേ ഇതൊക്കെ ഈ റിപ്പോർട്ടിൽ വ്യത്യാസം വരുന്നത്. അത് ഭയങ്കര ഒരു ഇതാണ്. 50 ദിവസം കൊണ്ടാണ് ഈ പറയുന്ന മിറാക്കിൾ ചേഞ്ചസ് വരുന്നത്. ഈ കട്ട് ഇതിനെന്താ സംഭവിച്ചത്? ഇത് HCM പേഷ്യന്റ് ഹൈപ്പർട്രോഫി ആയി, ഹാർട്ട് ഭയങ്കര ലെഫ്റ്റ് എട്രിയം ഭയങ്കര വലുതായി, കണ്ടക്ഷൻ ഭയങ്കര പ്രോബ്ലം ആയി. പക്ഷെ ഇത് 50 ദിവസം കൊണ്ട് ഫുൾ നോർമൽ റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ എടുത്തത് റിപ്പോർട്ട് ഫുൾ നോർമലാ, ഫുൾ നോർമൽ കേസ്. EF നോക്കി 61% ആണ്. അത് ഇത് EF-ന്റെ അല്ല, ഇത് ഹാർട്ട് തിക്നെസ്സിനാണ്. IVS തിക്നെസ് ആണ് ഇവിടെ കാണിക്കുക നമ്മള്. അതും പിന്നെ കണ്ടക്ഷൻ സിസ്റ്റം അത് മനസ്സിലാവില്ലല്ലോ. ഇതിൽ IVS തിക്നെസ് ആണ് ശരിക്കും. IVS LVPW നോർമൽ ആക്കിയതാണ് ഞാൻ. ആ പേഷ്യന്റ് ആണ് ഇത്. ഇതൊരു ബാംഗ്ലൂരിലെ പേഷ്യന്റാ. ഇത് HOCM, അതായത് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി. അവരുടെ കണ്ടോ IVS കണ്ടോ, ഭയങ്കര തിക്നെസ് ആണ്. ഹാർട്ടിന്റെ മസിലിന്റെ നടുഭാഗത്തുള്ള മസിൽ IVS, വെന്റിക്കുലർ സെപ്റ്റം സിമെട്രിക്കലി തിക്കനാവും, തോന്നണ പോലെ. അത് 2.25 ആണ്. ഓക്കേ, അതിന്റെ ഗ്രേഡിയന്റ് 76 ആണ്. അതിന്റെ ഗ്രേഡിയന്റ് 76 ആണ്. കാരണം അത്രയും പ്രഷർ ഹാർട്ടിന്റെ ഉള്ളിൽ നിൽക്കണമെന്ന് അർത്ഥം. ഇനി നമ്മൾ കുറച്ച് നാൾ ചികിത്സിച്ചു, 1.5 വർഷം ചികിത്സതിന് ശേഷമുള്ള റിപ്പോർട്ട് ഇപ്പൊ കാണിച്ചു തരണം. അതാണ് IVS 1 ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആ 2.25 എന്നുള്ള 1 ആയിട്ട് കുറഞ്ഞു. ആ 76 എന്നുള്ള 1 സെന്റിമീറ്റർ 1.5 ഒക്കെ കുറയുന്നത്. ഗ്രേഡിയന്റ് നോക്കൂ 16 ആയിട്ട് കുറഞ്ഞിരിക്കും. നോക്കി, ഗ്രേഡിയന്റ് നേരെ 16 ആയിട്ട് കുറഞ്ഞു. നോക്കണ്ട, 16, 70 മേലിൽ നിന്നാണ് 16ലേക്ക് വന്നത്. പിന്നെ അതന്നെ അവരുടെ തന്നെ ECGകൾ ഭയങ്കര മോശമായിരിക്കും. HOCM പേഷ്യന്റ് ഏത് സമയത്ത് വേണേ ഹാർട്ട് നിൽക്കും. ഇതും ഹാർട്ട് മാറ്റി വെക്കുന്ന ടൈപ്പാണ്. പക്ഷെ ഇത് ഫെയിലിയർ അല്ല. ഇത് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ഭയങ്കര റിസൾട്ട് ഉള്ള, ഇതിൽ മരിച്ചു പോവാല്ലേ, സക്സസ് അല്ലാത്ത ഒറ്റ കേസ് ഇല്ല. ഒരുവിധം ഭയങ്കര റിസൾട്ട് വരും. കാരണം നമുക്ക് ഇവർക്ക് ആയുസ് കൂടുതലുണ്ടാവും. പിന്നെ ബുദ്ധിമുട്ടുകൾ കുറയൽ മാത്രമല്ല, ഇങ്ങനെയും കൂടി ആക്കി ചെറുപ്പക്കാരെ മിക്കവരും ഇരിക്കുള്ളൂ. വയസ്സായ ആൾക്കാരൊന്നും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഇത്ര നേരം നമ്മള് പ്രവീണ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്ത ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അറിഞ്ഞത്. അതിൻ്റെ അകത്ത് എപ്പോഴും പറഞ്ഞു നമ്മളൊരു കഷായത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു രസായനം എന്നാണ് പറയുന്നത്. ആ രസായനത്തിൽ പറഞ്ഞല്ലേ, ആ മരുന്ന് മാത്രമാണ് ഈ 50 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹാർട്ട് ഫുൾ ഫെയിലിയർ ആയവരെ പോലും ലൈഫിലേക്ക് കൊണ്ടുവരുന്നൊരു മരുന്നിനെ പറഞ്ഞില്ലേ. ആ മരുന്നുണ്ടാക്കുന്ന സ്ഥലമാണ് നമ്മൾ ചേട്ടനെ മരുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നിൻ്റെ അകത്തൊരു കൗതുകമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ മരുന്നെന്ന് പറയാൻ നമുക്കറിയാം, ആയുർവേദ മരുന്നുകൾ ചിലപ്പം സമയമെടുത്ത് 25 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മാഡം എത്ര നാളായി മരുന്ന് കയറിയിട്ട്? ഇത് 6 മാസമായി. 6 മാസം. 6 മാസമായിട്ട് ഈ മരുന്ന് പാകമായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇത് 1 വർഷമായെന്ന്. ഇത് ചേട്ടൻ തുറന്നു കാണിക്കാമെന്ന്. ഇത് 1 വർഷമായി. ബാക്കി ഇരിക്കണ 1 വർഷമായി, ഇതുവരെ മരുന്നായിട്ടില്ല. നാലോചിച്ച് നോക്കിയേ, ഇത് കണ്ടതേ, ഇത് അങ്ങനെ കിടക്കുക, ഇപ്പോഴും ആയിട്ടില്ല. ഇത് ഇങ്ങനെ തിളച്ചാ നല്ല ചൂടുണ്ട്, ആവി തന്നെ ഉണ്ടോ നോക്കിയേ, ആവി വരുന്നുണ്ട്, തിളപ്പിച്ചിട്ടിരിക്കുക. ആ ചൂട് ഇങ്ങനെ പിടിച്ചു നോക്കി അറിയാൻ പറ്റും, ചൂട് മാറാൻ പറ്റില്ല അല്ലേ. പിന്നെ ഇത് പാകമായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആക്കി കഴിഞ്ഞാലും അടുപ്പത്തൊന്നും ഇറക്കില്ല, നമ്മൾ ചൂട്ടോടെ തന്നെ എടുത്ത് ആറ്റിയിട്ടേ കൊടുക്കുള്ളൂ. അവിടെ ചൂടിൽ ഇടക്കുന്നത്, ഒട്ടും പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ഇടയില്ല. നമ്മളിപ്പോ ആയുർവേദം മരുന്ന് കഴിക്കാൻ ഞാൻ പ്രധാന പ്രശ്നം കച്ചട്ടും. ഇത് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, 3 മാസം ഞാൻ ഒരു ഫയൽ കാണിച്ചിട്ടില്ല, 3 മാസം ഉള്ള ഒരു കുട്ടി, 3 വർഷമുള്ള കുട്ടി, ഇതിനൊക്കെയുള്ള കുട്ടികളൊക്കെ ചികിത്സയ്ക്ക് വരും. അവർക്കൊക്കെ എങ്ങനെ നമ്മൾ ഈ കഴിക്കണ മരുന്ന് കൊടുക്കുക? അതുകൊണ്ട് കഴിക്കണ മരുന്നല്ല, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാ. എന്നോട് പേഷ്യൻസ് കുഞ്ഞുങ്ങളൊക്കെ പറയാം, ആന്റി എനിക്ക് ആ ചോക്ലേറ്റ് സിറപ്പ് കൊടുത്ത് കഴിക്കാന്ന് ചോദിക്കുക. അവർക്കറിയില്ല ഒരു മരുന്ന് കഴിക്കാന്ന്. ഞാൻ എപ്പോഴും പറയും പേഷ്യൻസിനോട്, പ്രാവി മരുന്ന് കഴിച്ചപ്പോൾ എത്ര വലിയ ഡോക്ടർ മരുന്ന് തന്നാലും വലിക്കില്ല. എന്നാലോ പൂർണ്ണ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ആ സാധനം കഴിക്കുന്നത്, ഭയങ്കര റിസൾട്ട്. അതാണ് ഈ 50-5 വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാ. അതായത് ഈ രുചിയുള്ള മരുന്നിന് അത്ഭുതമായ റിസൾട്ടാണ്. കാരണം ആ റിസൾട്ടാണ് നമ്മൾ അവിടെ അടുക്കി വെച്ച 1500 മേലിൽ ഫയലുകൾ കണ്ട്. ഇന്ന് നമ്മളെ കാണിച്ച എല്ലാം റീസെന്റ് ഇപ്പൊ നടക്കുന്ന ട്രീറ്റ്മെന്റുകളുടെ ഫയലാണ്, 2 മാസം കൊണ്ട് കിട്ടിയ റിസൾട്ടുകളുടെ ഫയലുകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതുപോലെ ആയിരക്കണക്കിന് രോഗികൾ ഇത് അറിയാതെ ഇനിയും ഒരുപാട് രോഗികൾ പലയിടത്തും ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായത ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ റീച്ചിനൊന്നുമല്ല പറയുന്നത്, കാരണം അറിവില്ലാത്ത, ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ട്, അങ്ങനെ അറിയാത്തതുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറട്ടെ.
അവർക്ക് ലൈഫ് ഉണ്ടാവട്ടെ. നമ്മളൊരു ഹാർട്ട് മാറ്റി വെക്കണ കുട്ടീനെ പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ അവിടെ മാറ്റി വെച്ച കുട്ടികളൊക്കെ മരിച്ചുപോയി. 5 വർഷമായിട്ട് ഇപ്പോൾ അവളുണ്ട്. അവള് ആകെയുള്ള ഒരു ആഗ്രഹം സ്കൂളിൽ പോകണം, പഠിക്കണം എന്നാണ്. അതിലേക്കാണ് അതിലേക്ക് എത്തിയാണ് ഞങ്ങൾ. നമ്മൾ ആ കുട്ടീനെ സ്കൂളിൽ വിടും. അതിനുവേണ്ടി പ്രാർത്ഥനയും മരുന്നും ഒരുമിച്ചാണ് അവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ നമ്പർ അയച്ചു കൊടുക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു കാണാം. അത്രയും ബൈ ബൈ.